ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി ചേരുകയാണ്. നമസ്കാരം ഭാഗ്യലക്ഷ്മി. കഴിഞ്ഞ ഈ വിധി വന്നതിന് ശേഷം തന്നെ അതിജീവിതയ്ക്കൊപ്പമാണ്, അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് ശക്തമായ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നത് താങ്കൾ, ഒരു തരത്തിൽ താങ്കൾ മാത്രമാണ്. അതിജീവിതയ്ക്കൊപ്പം ഒരുപാട് പേരുണ്ട്. സാംസ്കാരിക കേരളം അത് പ്രഖ്യാപിക്കുകയും ഈ പ്രതിഷേധമായി തന്നെ ഇന്ന് കോഴിക്കോടും തിരുവനന്തപുരത്തുമൊക്കെ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുമുണ്ട്. പക്ഷേ സിനിമാ രംഗത്തുള്ള എത്ര പേർ അതിജീവിതയ്ക്കൊപ്പമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ചുപേർ മാത്രമെന്ന് പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ താങ്കൾ തന്നെ ഈ വേട്ടക്കാരനെയും അയാളെ പിന്തുണയ്ക്കുന്നവരും ഇരിക്കുന്ന ഒരു സംഘടനയിൽ കുറ്റബോധത്തോടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള താങ്കളുടെ പ്രതിഷേധ രാജിക്ക് ശേഷം ഫെഫ്ക എടുക്കുന്നൊരു നിലപാട് എന്താണ്? താങ്കളുടെ ഈ പ്രതിഷേധത്തെ ഏതെങ്കിലും തരത്തിൽ ഫെഫ്ക വിലക്കെടുത്തു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഫെഫ്ക അത് വിലക്കെടുക്കില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ കഴിഞ്ഞ 2017 മുതൽ ഞാൻ ഫെഫ്കയുടെ നിലപാട് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരാള്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു വാക്ക് പുറം ലോകത്തിന് മുൻപിൽ ഇദ്ദേഹത്തിന്റെ വായിൽ കൂടി തന്നെ വരണം എന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അത് വന്നതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോ എന്റെ രാജി കൊണ്ടൊന്നും ഫെഫ്കയിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല, അത് എന്റെ രാജിയൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് ഫെഫ്കയുടെ സെക്രട്ടറി പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം തന്നെ എന്റെ കയ്യിൽ അയാളെ പോലെ കോടികളില്ല. അയാളെ കൊണ്ട് സംഘടനയ്ക്ക് ഇനിയും സാമ്പത്തിക ലാഭമുണ്ട്. സംഘടനയ്ക്ക് എന്ത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഈ നിയമക്കുരുക്കുകളിൽ നിന്ന് പണം വാരി എറിഞ്ഞ് പുറത്തേക്ക് വന്നതുപോലെ തന്നെ 21 സാക്ഷികളെ മൊഴിമാറ്റാൻ അയാൾ ചിലവാക്കിയ സാമ്പത്തികം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം, നമുക്കെല്ലാം നന്നായിട്ട് അറിയാം. അതേപോലെ തന്നെ ഈ സംഘടനകൾക്കുള്ളിലുള്ള എല്ലാ സംഘടനയ്ക്കും സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോ സഹായിക്കാനുള്ള ഏക ദൈവമാണ് ഇയാൾ. ഇവർക്കെല്ലാം ഇവർ പടം വെച്ച് പൂജിക്കുന്നില്ലെന്ന് മാത്രം. ഭാഗ്യലക്ഷ്മി ആരാണ്, അല്ലെങ്കിൽ അതിജീവിത ആരാണ്? ഒന്നുമല്ല. അതിജീവിതയൊക്കെ കൂടിപ്പോയ ഒന്ന് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്താമെന്നല്ലാതെ ഞങ്ങളെ കൊണ്ടൊന്നും, സ്ത്രീകളെ കൊണ്ട്, അതായത് മലയാള സിനിമയിലെ സ്ത്രീകളെ കൊണ്ട് ഈ സംഘടനകൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്നവർ ഉറക്കെ പറഞ്ഞ് പ്രഖ്യാപിക്കുകയാണ് അവരുടെ ഈ തീരുമാനങ്ങളിൽ കൂടി. അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. തീർച്ചയായും ഇപ്പൊ നമുക്കറിയാമല്ലോ ഓരോ സിനിമാ സംഘടനകളുടെയും നിലപാട് എന്താണെന്നുള്ളത് നമ്മളിങ്ങനെ കാത്തിരുന്ന് കാണുകയാണ്. പ്രത്യേകിച്ച് താരസംഘടന ഈ വിധി വന്നതിന് ശേഷം മാധ്യമങ്ങൾ ഒരു പ്രതികരണം തേടാനായി പോയപ്പോൾ വനിത തലപ്പത്തിരിക്കുന്ന സംഘടനയാണല്ലോ ഇപ്പോൾ അമ്മ. അതിൽ അധ്യക്ഷയോട് തന്നെ പ്രതികരണം ചോദിച്ചപ്പോൾ പിന്നിലേക്ക് ചൂണ്ടിക്കാട്ടി ഇതേ കുക്കു പറയുമെന്ന് പറഞ്ഞു. എന്നിട്ട് കുക്കു പരമേശ്വരൻ പ്രതികരിച്ചോ? ഇല്ല, ആരും പ്രതികരിച്ചില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു അതിജീവിതയ്ക്കൊപ്പം എന്ന് മാത്രം പറയുകയല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ വിധിക്ക് ശേഷം 2 വാക്ക് പറയാൻ ആരും തുനിഞ്ഞിട്ടില്ല. അപ്പോൾ അമ്മയടക്കം ഇനി ഈ ദിലീപിനെ തിരിച്ചെടുക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്നാണ് ഭാഗ്യലക്ഷ്മി കരുതുന്നത്? തീർച്ചയായിട്ടും ഇപ്പൊ നിർമ്മാതാക്കളുടെ സംഘടനയും തൊഴിലാളി സംഘടനയായ ഫെഫ്കയും എക്സിബിറ്റേഴ്സ് സംഘടനയായ ഫിയോക്കും അയാളെ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അമ്മ. ഇവർ 3 പേരും എടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് അമ്മ എന്ന സംഘടനയുടെ തീരുമാനം പുറത്തു വന്നിരിക്കും. ഞാൻ വെല്ലുവിളിക്കുകയാണ്. അവർക്ക് ഇതല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല. അവിടെ ഇരിക്കുന്നത് സ്ത്രീകളായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു സ്ത്രീകൾക്ക് പോയി പറയാനൊരിടം, അത് സ്ത്രീകളുടെ ഇടമല്ല. അത് എല്ലാ സംഘടനകളും പുരുഷന്മാരുടെ മാത്രം ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 സംഘടനകളും അപേക്ഷ കിട്ടിയാൽ ഉടൻ എടുക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഉടനെ അമ്മയുടെ പ്രതികരണവും കൂടെ ഇതേ പ്രതികരണം തന്നെയായിരിക്കും. ഇതെല്ലാം വാക്കുകൾ ഒന്ന് തന്നെയാണ്, പറയുന്നവർ വ്യത്യസ്തരാകുന്നു എന്ന് മാത്രം. എല്ലാവരുടെയും വാക്കുകൾ ഒന്ന് തന്നെയാണ്. ഇപ്പോ ഈ നിയമ പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ഇനിയിപ്പോൾ മേൽക്കോടതികളിലെ തീരുമാനം എന്താണെന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിജീവിത നിയമ പോരാട്ടം തുടരാനുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണല്ലോ. അപ്പോഴും തിടുക്കപ്പെട്ടുള്ള ഈ തിരിച്ചെടുക്കൽ അതൊക്കെ എന്തിനു വേണ്ടിയായിരിക്കും? എന്തിനാണ് ഇത്ര തിടുക്കം?
ഈ ദിലീപിനെ യഥാർത്ഥത്തിൽ പേടിയാണോ? എന്താണ് സംഭവിക്കുന്നത്? ദിലീപിന് കിട്ടുന്ന ഈ ഒരു സപ്പോർട്ട് സിനിമാ രംഗത്തുള്ളവർ പലരും പിന്തുണയ്ക്കുന്നത്, ഇത്ര തിടുക്കപ്പെട്ട് തിരിച്ചെടുക്കുന്നത്, അതിനൊക്കെ പിന്നിൽ എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്? അതല്ലേ ഞാൻ പറഞ്ഞ, അയാളുടെ കയ്യിലുള്ള പണസ്വാധീനം മാത്രമാണ്. പണത്തിന് മേലെ ഒന്നുമില്ല. ഇവിടെയുള്ള എന്തും വിലക്ക് വാങ്ങിക്കാം കയ്യിൽ പണമുണ്ടെങ്കിൽ. അതിനൊരു വലിയൊരു തെളിവാണ് അയാൾ. അത് ശരിയാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു ഉറപ്പിക്കുകയാണ് ഇവരെല്ലാവരും. ഈ സംഘടനയിലുള്ള എല്ലാവരും അത് ശരിയാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ സംഘടന രൂപീകരിക്കാൻ ഒരുമിച്ച് നിന്ന് അന്നത്തെ ആ പ്രതിസന്ധിയിൽ, അതുപോലെ ഹേമ കമ്മിറ്റി പോലെയുള്ള മറ്റു പല പല പ്രതിസന്ധികളും വന്നപ്പോ ആ സംഘടനയോടൊപ്പം നിന്ന് ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അത് പ്രവർത്തനം മാത്രമായിട്ട് അവർ അത് കാണുന്നുള്ളൂ. എന്നെ കൊണ്ട് സാമ്പത്തിക നേട്ടമൊന്നും ആ സംഘടനയ്ക്ക് ഇല്ല. എന്നെ പിടിച്ചു നിർത്തിയാൽ നാളെ ആ സാമ്പത്തിക ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേസമയം ദിലീപിനെ പോലെ ഒരാളെ അവിടെ പിടിച്ചു നിർത്തിയാൽ നാളെ ആ സംഘടനയ്ക്ക് ഒരു സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും അയാൾ അകമഴിഞ്ഞ് സാമ്പത്തിക സഹായം ചെയ്യും എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അയാളെ തിരിച്ചെടുക്കുന്നത്. ഇപ്പോ ഈ വിധി വന്ന സമയത്ത് തന്നെയും അതിജീവിതയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് താങ്കൾ. ഷോക്കായിരുന്നു അവർക്ക്. അത്രത്തോളം വിഷമം ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ നിയമ പോരാട്ടവുമായി ബന്ധപ്പെട്ട അതിജീവിത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരു നോർമൽ കോൺവെർസേഷനിലേക്ക് ഇപ്പോഴും ഞങ്ങൾ അവളുമായിട്ട് ഇരുന്നിട്ടില്ല. കുറച്ച് ഇത് ജഡ്ജ്മെന്റ് കോപ്പി കിട്ടട്ടെ, എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിയതിന് ശേഷം അടുത്ത ഒരു ചർച്ചയിലേക്ക് പോകാം. എനിക്ക് ഇതിൽ ഏറ്റവും കുറെ അധികം അഡ്വക്കേറ്റ്സ് എനിക്ക് പരിചയമുള്ളവർ വിളിച്ച് പറയാം, നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഈ ജഡ്ജ്മെന്റ് വരുന്നതിന് മുൻപ്, ആ വിധി വന്ന ഉടനെ രണ്ട് കൈ മുഷ്ടി ചുരുട്ടി, രണ്ട് കൈയിന്റെ ഷർട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് പുറത്ത് വന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയും മഞ്ജു വാര്യരുടെ പേരും പറഞ്ഞുകൊണ്ട് അയാൾ അത് പ്രഖ്യാപിക്കുമ്പോൾ അതിനർത്ഥം അയാൾക്ക് നേരത്തെ എന്താണ് ജഡ്ജ്മെന്റ് വരാൻ പോകുന്നത് എന്ന് വ്യക്തമായി അറിവുള്ളത് പോലെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? യഥാർത്ഥത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും നിയമ പോരാട്ടം അയാൾക്ക് നടത്തണമെങ്കിൽ ജഡ്ജ്മെന്റിന്റെ കോപ്പി വന്ന അതിൽ എന്താണ്? ഹലോ, അതെ, തീർച്ചയായും നിയമ പോരാട്ടം ഇനി തുടർന്ന് നടത്തണമെങ്കിൽ തന്നെ അതിലെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അറിഞ്ഞാൽ മാത്രമേ നിയമ പോരാട്ടത്തിന് ഇറങ്ങാൻ പറ്റൂ. അത് അറിയുന്നതിന് മുമ്പ് ചാടി കയറി പറയുന്നതിന്റെ ഒക്കെ ഒരു ആവേശം എന്താണെന്നറിയോ? അതൊക്കെ ഒരു ഈ നിയമത്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. തീർച്ചയായും ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിലടക്കം അങ്ങനെ പ്രതികരിക്കുന്നതും കണ്ടു. വളരെ പ്ലാൻഡ് ആയുള്ള വാക്കുകളാണ് ദിലീപ് ഉപയോഗിച്ചത്. അതിൽ തന്നെ മുൻ പങ്കാളിയുടെ പേര് ആദ്യത്തെ വാക്കുകളിൽ തന്നെ അയാൾ പറയുകയും ചെയ്തു. അതിലൊക്കെ ഒരു പ്രതികാര ബുദ്ധി ഉണ്ടെന്നൊക്കെ പലരും കുറിക്കുന്നത് കണ്ടു. ഇനിയിപ്പോൾ തുടർന്നുള്ള നിയമ പോരാട്ടം നമുക്കറിയാം. ഈ വിചാരണ കോടതികൾ വെറുതെ വിട്ടിട്ടുള്ള പ്രതികൾ, ഈ ജെസിക്ക ലാൽ വധക്കേസൊക്കെയാണ് വളരെ അപൂർവമായി നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഉദാഹരണം. പിന്നീട് മേൽക്കോടതികൾ ശിക്ഷിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ സാധാരണയായി അങ്ങനെ നടക്കാത്തതാണെന്നും നമുക്കറിയാം. അപ്പോൾ ഇനി തുടർന്ന് ഹൈക്കോടതിയിലുള്ള ഒരു പ്രതീക്ഷ, അതിനെക്കുറിച്ചൊക്കെ ഈ അഭിഭാഷകരോട് സംസാരിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിലേക്ക് കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെ കുറിച്ചൊക്കെ ഇനി സംസാരിക്കാൻ, ഈ പറഞ്ഞല്ലോ, ഈ വിധിയുടെ കോപ്പി വരട്ടെ, ഈ ജഡ്ജ്മെന്റ് കിട്ടിയിട്ട് മാത്രമേ അതിനെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മൾ ഇരിക്കുകയാണ്. വരട്ടെ, വിധിയുടെ കോപ്പി വരട്ടെ, കോപ്പി കിട്ടിയിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഒരു പുറത്തെ സാംസ്കാരിക കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ അതിജീവിതയ്ക്കൊപ്പം നീതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പോരാട്ടം തുടരുമ്പോഴും നമ്മൾ ഇപ്പുറത്ത് ചില ആളുകളെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് രാഹുൽ ഈശ്വറിനെ പോലെയൊക്കെ ഇന്ന് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറയുമ്പോൾ തന്നെ ഇതിൽ സന്തോഷം, അത് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. രാഹുൽ ഈശ്വറിന് മറിച്ചൊരു നിലപാടുണ്ടാവില്ലല്ലോ. അപ്പോൾ അത്തരം ആളുകളുമുണ്ട്. രാഹുൽ ഈശ്വറിലൊന്നും തീരുന്നില്ല. ഇപ്പോൾ നമ്മൾ പ്രതികരണങ്ങൾ, ഈ വിധിക്ക് ശേഷം വന്ന സിനിമാ രംഗത്തു നിന്നുള്ളവരുടെ പ്രതികരണങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ സുരേഷ് കുമാറിന്റെ പ്രതികരണം, രഞ്ജി പണിക്കറുടെ പ്രതികരണം ഒരു ഉറപ്പുള്ളത് പോലെയാണ്. സുരേഷ് കുമാറൊക്കെ പറയുകയാണ്, ദിലീപ് കുറ്റവിമുക്തനാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, ആ കുടുംബം വേട്ടയാടപ്പെട്ടു, അപ്പോൾ ദിലീപ് പറയുന്ന വാക്കുകളിൽ തന്നെയാണ് ശരി എന്നൊക്കെ പറയുകയാണ്. രഞ്ജി പണിക്കറാണെങ്കിലും ഇത് വിധി ഇങ്ങനെയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾക്കൊപ്പം മാത്രം നിൽക്കുന്നത്. എന്നാൽ അതിൻ്റെ കൂടെ അതിജീവിതയ്ക്കൊപ്പം
അതിജീവിതയ്ക്കൊപ്പമാണെന്ന് അവർ പറയുന്നത് നമ്മൾ കാണുന്നു. അത്തരം പ്രതികരണങ്ങളൊക്കെ താങ്കൾ ശ്രദ്ധിച്ചിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു എന്ന് മാത്രം. ഇത് അയാൾക്ക് വേണ്ടിയല്ല ഇവർ സംസാരിക്കുന്നത്, അയാളുടെ പണത്തിന് വേണ്ടിയാണ് ഇവർ സംസാരിക്കുന്നത്. അയാൾ അത്രമാത്രം പണം കൊണ്ട് സ്വാധീനമുള്ള വ്യക്തിയാണ്. ഇതേ അവസ്ഥയിൽ ഒരു സാധാരണ ഒരു തൊഴിലാളിയോ ഒരു ക്യാമറാമാനോ അല്ലെങ്കിൽ ഒരു എഡിറ്ററോ ഒരു സംവിധായകനോ ആണ് ഈ അവസ്ഥയിൽ നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരണം. ഇത് ഇയാളായത് കൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഇത് വീണ്ടും വീണ്ടും അത് തന്നെ പറയേണ്ടി വരുന്നു, അത്രേ ഉള്ളൂ. തീർച്ചയായും. എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ടും താങ്കൾ അതിജീവിതയ്ക്കൊപ്പമാണെന്നത് ആ നിലപാട് തുടരുകയാണ്. സിനിമാ രംഗത്ത് നിന്ന് തന്നെ ഈ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചിരുന്നതും ഭാഗ്യലക്ഷ്മിയാണ്. എന്തായാലും ഇന്നിപ്പോൾ അതിജീവിതയ്ക്കൊപ്പം നിന്നുകൊണ്ട് സാംസ്കാരിക കേരളം തിരുവനന്തപുരത്തും കോഴിക്കോടുമൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ താങ്കൾ ഈ നിമിഷം ഞങ്ങളുടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് നന്ദി ഭാഗ്യലക്ഷ്മി. നമുക്ക്